മുംബൈയിൽ നാവികസേനയുടെ ബോട്ട് യാത്രാ ബോട്ടിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 13ആയി. കാണാതായവരിൽ മലയാളികളും 100-ലധികം യാത്രക്കാരുമായി എലിഫന്റ് ദ്വീപിലേക്ക് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇതുവരെ 101 പേരെയാണ് രക്ഷപ്പെടുത്താനായതെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. മുംബൈയിൽ നാവികസേനയുടെ സ്പീഡ് ബോട്ട് യാത്രാ ബോട്ടിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ ഉയരാൻ കാരണം സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവമാണെന്ന് പരക്കെ പരാതി. സ്പീഡ് ബോട്ടിൽ 6 നാവികസേനാംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കാണാതായവർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. കാണാതായ യാത്രക്കാരിൽ 2 മലയാളികളുമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേസമയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളി കുട്ടിയുടെ രക്ഷിതാക്കളെയും കണ്ടെത്തിയിട്ടില്ല. ഒരു ജർമ്മൻ ടൂറിസ്റ്റാണ് 5 വയസ്സുകാരനായ മലയാളി കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. എന്നാൽ യാത്രാ ബോട്ടിൽ എത്ര പേരുണ്ടായിരുന്നുവെന്ന് ഇനിയും വ്യക്തമല്ല. अंतिम इसका समाचार नहीं मिल पाया है कि अगर कोई और मिसिंग है तो उसके बारे में जानकारी. അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. जिन लोगों की मृत्यु हुई है उनको सीएम रिलीफ फंड से 5 लाख रुपए दिए जाएंगे. കൂടാതെ പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ നിധി വഴി 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. അപകടത്തിൽ പരിക്കേറ്റവർക്ക് 50,000 രൂപ നൽകുമെന്നും മോദി എക്സിൽ പങ്കുവച്ചു. രക്ഷപ്പെടുത്തിയവരെ സമീപത്തുള്ള വിവിധ ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ ഏതാനും പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാവികസേനയും മറൈൻ പോലീസും തീരരക്ഷാസേനയുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. യാത്രാ ബോട്ട് മുങ്ങിയെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. എന്താണ് കാരണമെന്നും വ്യക്തമായിരുന്നില്ല. പിന്നീടാണ് ബോട്ടുകൾ കൂട്ടിയിടിച്ചതാണെന്ന വിവരം പുറത്തുവരുന്നത്. ഇക്കാര്യം നാവികസേനയാണ് സ്ഥിരീകരിച്ചത്. ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫന്റ് ദ്വീപിലെ ഗുഹകൾ സന്ദർശിക്കാൻ പ്രത്യേക ഫെറി സർവീസുകളുണ്ട്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് കടലിന് നടുക്കുള്ള എലഫന്റ് ദ്വീപ്. ഫെറി ബോട്ടുകളാണ് ഏക ആശ്രയം. എല്ലാ യാത്രക്കാർക്കും ലൈഫ് ജാക്കറ്റുകൾ നൽകണമെന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പരമാവധി ആളുകളെ തള്ളിക്കയറ്റി ഫെറി സർവീസ് നടത്തിവരുന്നത്. സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവമാണ് 13 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത്. വിദേശികളടക്കം ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ബോട്ടിൽ യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പാക്കാതെയാണ് കാലങ്ങളായി സർവീസ് നടത്തിവരുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.